ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകൾ ഒന്നിനു പിന്നാലെ ഒന്നാകെ പുറത്തു വരുമ്പോൾ ആലപ്പുഴയിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ സങ്കീർണമാണ്. ദേശീയപാത നിർമ്മാണത്തിൽ സംസ്ഥാനത്ത് ഏറ്റവും പിന്നോക്കം എന്ന പേരുദോഷം പേറുമ്പോഴും പറവൂർ തുറവൂർ റീച്ചിന് ഇതുവരെ ലഭ്യമായത് ആവശ്യമുള്ളതിൻ്റെ പകുതിയിൽ താഴെ മണ്ണ് മാത്രമാണ്. നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് അധികൃതർ പറഞ്ഞ സമയം കഴിഞ്ഞുവെങ്കിലും ആവശ്യമായ മണ്ണ് എവിടെ നിന്ന് കണ്ടെത്തുമെന്ന കാര്യം ഇപ്പോഴും പ്രശ്നമായി തന്നെ തുടരുകയാണ്. 16 ലക്ഷം കുബിക് മീറ്ററോളം മണ്ണ് നിർമ്മാണത്തിന് വേണ്ടിവരുമെന്ന് കരുതുന്ന റീച്ചിന് ഇതുവരെ ലഭ്യമായത് 7 ലക്ഷം കുബിക് മീറ്റർ മണ്ണ് മാത്രമാണ്. 30ഓളം അണ്ടർപാസുകളുള്ള ഇവിടെ 14 പൂർത്തിയായെങ്കിലും മിക്കവയുടെയും അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണം മണ്ണില്ലാത്തതിനാൽ തുടങ്ങാനായിട്ടില്ല. വേനൽക്കാലത്ത് പരമാവധി മണ്ണെത്തിച്ച് നിർമ്മാണം വേഗത്തിലാക്കിയാലേ സമയപരിധിക്കകം ദേശീയപാത നിർമ്മാണം പൂർത്തിയാക്കാനാകുകയുള്ളൂ. പുന്നമട സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ വടക്കോട്ട് വേമ്പനാട് കായലിലെ 5 സ്ഥലങ്ങളിൽ നിന്നുള്ള മണ്ണാണ് ദേശീയപാത നിർമ്മാണത്തിനെത്തിക്കുന്നത്. ദേശീയ ജലപാതയ്ക്ക് പടിഞ്ഞാറ് ഭാഗത്ത് 3.5 കിലോമീറ്റർ നീളത്തിലാണ് ഡ്രഡ്ജിങ്. 3 മീറ്റർ വരെ ആഴത്തിൽ മണ്ണെടുക്കാനാണ് സർക്കാർ അനുമതി നൽകിയിട്ടുള്ളത്. ഡ്രഡ്ജ് ചെയ്തെടുക്കുന്ന മണ്ണ് ജങ്കാറിൽ തീരത്തെത്തിച്ച് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഒഴിവാക്കി കഴുകി ചെളിയും അമ്ലത്വവും കളഞ്ഞ ശേഷമാണ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. യാർഡിൽ വലിയ വാഹനങ്ങൾ കടന്നു വരാത്തതിനാൽ മിനി ലോറികളിലും ചെറിയ ടിപ്പറുകളിലുമാണ് ദേശീയപാതയിലേക്ക് മണ്ണ് കൊണ്ടുപോകുന്നത്. ചെറിയ വാഹനങ്ങളിൽ ഉദ്ദേശിച്ചത്ര മണ്ണെത്തിക്കാൻ കഴിയാത്തതും നിലവിൽ വെല്ലുവിളിയാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ.